പ്രതാപത്തിലേക്ക് വരേണ്ടതുണ്ട്, എറണാകുളം നിലനിർത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് തൃശ്ശൂരിലും ഇല്ലേ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കോർപ്പറേഷൻ ഭരണത്തിലേക്ക് തിരിച്ചു വരേണ്ടത് UDFന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് വരേണ്ടതും UDFന് അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ് പത്തനംതിട്ടയും. ഈ മേഖലകളിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 2026 ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന UDFന് ഇല്ലേ ആശ്വാസകരമായി ഒന്നും കിട്ടില്ല എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയുവാനായിട്ട് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആകാംക്ഷയോടെ കേരളം കാത്തിരിക്കുകയാണ്. മജുഷ, ഒരു കാര്യം, ഈ കേരള രാഷ്ട്രീയത്തിലേക്ക് ഞങ്ങൾ തിരികെ വരുന്നു എന്ന് UDFന് അവകാശപ്പെടണമെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്ര കണ്ട് നമ്മൾ ഈ പറഞ്ഞ പോക്കറ്റിലുള്ള കോർപ്പറേഷനുകളിലും നഗരസഭകളിലും പ്രകടനം മികച്ചതാക്കണം. അതിന് പുറമെ എന്തൊക്കെ ഘടകങ്ങളൊപ്പമായാൽ അവർക്ക് അവകാശപ്പെടാമെന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. കാരണം ഏറ്റവും ഒടുവിൽ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ വലിയ നീക്കമാണുള്ളത്. അതിൽ നിന്ന് തിരിച്ചു മറിച്ചടിക്കുന്ന ഒരു നീക്കം ഒരുപക്ഷെ UDFന് അത്ര എളുപ്പമല്ല. പകരം ഒരു തിരിച്ചുവരവ്, എത്ര പെർസെൻറ്റേജിലുള്ള ഒരു തിരിച്ചുവരവ് ഉണ്ടായാൽ സംസ്ഥാന രാഷ്ട്രീയം ഞങ്ങൾക്കൊപ്പമായി. പൊതുവെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ LDFന്റെ ഒരു മുന്നേറ്റം എല്ലാ കാലത്തും കാണാറുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും. പിന്നെ ജില്ലാ പഞ്ചായത്താണ് ഈ പറയുന്ന പോലെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയാകുന്നത്. അപ്പോൾ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും LDF ആണ് മുന്നിട്ട് നിൽക്കുന്നത് എങ്കിൽ പോലും മറുസൈഡിൽ കോർപ്പറേഷനുകളിലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളിലും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് 2026 വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDFനെ സഹായിക്കുന്ന ഒരു ഘടകമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുതന്നെയാണ് UDF പ്രതീക്ഷിക്കുന്നത്. മറിച്ചാണെങ്കിൽ 2026 ചിന്തിക്കുകയേ വേണ്ട എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതെ, ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ തദ്ദേശ ഫലം വന്നതിന് ശേഷമുള്ള ഒരു പ്രത്യേകത, നിയമസഭയ്ക്ക് ഇനി ഒരുങ്ങാൻ സമയമൊന്നുമില്ല. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്ന ഒരു തരംഗമോ ഒരു രാഷ്ട്രീയ നീക്കമോ അത് മറികടക്കാൻ അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് UDFന് ഒരുപക്ഷെ ഇടതുമുന്നണിക്ക് കാര്യമായ നഷ്ടമുണ്ടായില്ലേ അവർക്ക് ചില പ്രതീക്ഷകൾ, എന്തെങ്കിലും അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കണം, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കിരൺ, ഒരു ചെറിയ വിലയിരുത്തൽ സാധ്യമാണോ കിരൺ? അതായത് UDF തിരിച്ചു വരുന്നു എന്ന് അവർക്ക് അവകാശപ്പെടണമെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലുള്ള ഒരു പ്രകടനം അവർക്ക് നടത്തേണ്ടി വരും? ചില കോർപ്പറേഷനുകളെ നമുക്ക് മാറ്റി നിർത്താം. അതിനപ്പുറം എന്തൊക്കെ അവകാശവാദങ്ങളാണ് ആ തരത്തിൽ UDFന് അവകാശപ്പെടാൻ കഴിയുക? ഫലത്തിൽ UDFന്റെ തിരിച്ചുവരവ് എന്ന് പറഞ്ഞാൽ ആധികാരിക തിരിച്ചുവരവ് UDFന് വ്യക്തമായ മുന്നേറ്റം 14 ജില്ലാ പഞ്ചായത്തുകളിൽ കുറഞ്ഞത് 8-9 സ്ഥലങ്ങളിലെങ്കിലും അവർക്ക് വിജയിക്കാൻ കഴിയുക. അതോടൊപ്പം തന്നെ കോർപ്പറേഷനുകളിൽ പകുതി കോർപ്പറേഷനുകൾക്ക് മേളിലെങ്കിലും അവർക്ക് പിടിക്കാൻ 6 കോർപ്പറേഷനിൽ 4 കോർപ്പറേഷനുകളിലെങ്കിലും UDFന് പിടിക്കാൻ കഴിയുക. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലുമൊക്കെ പകുതിയിൽ കൂടുതൽ സീറ്റുകൾ പിടിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. ഇനി അതല്ല, അങ്ങനെയൊക്കെ ആഗ്രഹിച്ചില്ല എങ്കിൽ പോലും ഒരു ഒപ്പത്തിനൊപ്പം ഒക്കെയാണ് നിൽക്കുന്നതെന്ന് കരുതുക. കോർപ്പറേഷനുകൾ ചിലപ്പോൾ ഒരു സീറ്റിൻ്റെ മുന്നിൽ നിൽക്കുന്നത് LDF ആണെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റ് UDF വരുന്നു. അങ്ങനെയൊക്കെ ഒപ്പത്തിനൊപ്പം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും UDFനെ സംബന്ധിച്ച് ഒരു തരത്തിൽ അത് ആശ്വാസമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ തവണ ഈ കഴിഞ്ഞ 2-3 തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഫലം എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു സൂചനയായിരുന്നു. എപ്പോഴും അങ്ങനെ ആവണം എന്നില്ല. ഇപ്പോൾ ഇനി നമുക്ക് ആ തരത്തിലൊന്ന് കണക്കൂട്ടി നോക്കിയാൽ കഴിഞ്ഞ തവണ LDFന് വലിയ വിജയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായത്. അത് ജില്ലാ പഞ്ചായത്തായാലും കോർപ്പറേഷനായാലും ഒറ്റ കോർപ്പറേഷനിലേക്ക് വീഴേണ്ടി വന്നു UDFനെ പോലും പാർട്ടിക്ക്. കൊച്ചി അടക്കമുള്ള കോർപ്പറേഷനുകൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, തുല്യം നിൽക്കുന്നിടത്ത് പോലും ഭരണം പിടിക്കാൻ കഴിയാത്ത അവസ്ഥയൊക്കെ UDFന് ഉണ്ടാകുന്നു. അങ്ങനെ UDFനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. തൊട്ടു പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFന് അതേ തിരിച്ചടി തന്നെയാണ് ഉണ്ടായത്. UDF നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ഒരു സൂചന തന്നെയായിരുന്നു, രണ്ടാം ഇടതു സർക്കാരിനുള്ള സൂചന തന്നെയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകിയത്. അതിന് മുന്നിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് തന്നെയായിരുന്നു വ്യക്തമായ മേൽക്കൈ ഉണ്ടായിരുന്നത്. ആ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ വന്നത്, അതിന് തൊട്ടു പിന്നാലെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വന്നതും ഇടതുമുന്നണി തന്നെയാണ്. ഇത്തവണ കഴിഞ്ഞ 2 തവണത്തെ പോലെയല്ല, കുറെ കൂടി അടുത്താണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള ഗ്യാപ്പ് ഒരു 1.5-2 മാസം കൂടി കുറഞ്ഞിട്ടുണ്ട് ഏകദേശം. അപ്പോൾ കുറെ കൂടി അടുത്ത ഗ്യാപ്പുകളിലാണ് ഇത് നടക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. സ്വാഭാവികമായും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാവും ഉണ്ടാവുക. അവിടെ ഒരു പകുതി സീറ്റിലേക്ക് വരുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ UDFനെ സംബന്ധിച്ചും ഒരു തരത്തിൽ UDFന് മുന്നേറ്റമാണത്. കാരണം കഴിഞ്ഞ തവണ നിന്ന സ്ഥിതി അത്രത്തോളം ദുർബലമായതുകൊണ്ട് അത് മുന്നേറ്റമാണെന്ന് പറയാം. പക്ഷേ അപ്പോഴും ഇനി അടുത്ത ഭരണമാർക്ക് എന്നുള്ള ചോദ്യം ഇടതുമുന്നണിക്കും UDFനും ഒരേപോലെ ചാൻസ് ആവും കേരളത്തിൽ ഉണ്ടാവുക. ആർക്കെങ്കിലും ഒരാൾക്ക് ഞങ്ങളുടെ അനുകൂലമാണ് ഇത് എന്നുള്ളൊരു സൂചനയിലേക്ക് വരാൻ കഴിയില്ല. തിരുവനന്തപുരം പോലെ തന്നെ ശ്രദ്ധേയമാവുകയാണ് കൊച്ചി കോർപ്പറേഷനും. കഴിഞ്ഞ തവണ വളരെ നേരിയ ലീഡിന്റെ അടിസ്ഥാനത്തിലാണ്
കൊച്ചി കോർപ്പറേഷൻ കഴിഞ്ഞ 5 വർഷവും ഭരിക്കുവാൻ LDF-ന് കഴിഞ്ഞിരുന്നത്. LDF-ന്റെ മാത്രമല്ല UDF-ന്റെയും ശക്തി കേന്ദ്രം തന്നെയാണ് കൊച്ചി കോർപ്പറേഷൻ. ഭരണം മാറി മാറി വരുന്നതാണ്. കൂടുതലും UDF-ന് അല്ലെ കൊച്ചി കോർപ്പറേഷനിലേക്ക് പലപ്പോഴും സാധ്യത പറയാറുള്ളതുമാണ്. ഇപ്പോൾ ഡാനി പോൾ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്, ഞങ്ങളുടെ പ്രതിനിധി. ഡാനി, കൊച്ചി കോർപ്പറേഷനിൽ ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പല പ്രമുഖ നേതാക്കളും മത്സരിക്കുന്നുണ്ട് 2 മുന്നണികളിലുമായിട്ട്. എപ്പോൾ ആദ്യ സൂചന എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഫലം അറിഞ്ഞു തുടങ്ങുമല്ലോ. 74 ഡിവിഷനുകൾ മാത്രമുള്ള കൊച്ചി കോർപ്പറേഷനുകളിൽ എത്ര മണിയോടുകൂടി ഭരണം ആർക്ക് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിയും? മഞ്ജുഷ, ഒരു 2ാം റൗണ്ടിലേക്ക് എത്തുമ്പോൾ തന്നെ ഏതാണ്ടൊരു സൂചനകളിലേക്ക് വന്നു തുടങ്ങുമെന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കാരണം ഒരു 15 ടേബിളോളം തന്നെ ആദ്യ റൗണ്ടിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം അപ്പോൾ തന്നെ ഏതാണ്ട് 15 ടേബിൾ എന്ന് പറയുമ്പോൾ തന്നെയും അത്രത്തോളം വാർഡുകളിലെ ആദ്യ സൂചനകളിലേക്ക് തന്നെ നീങ്ങുമെന്ന് തന്നെയാണ്. ഏതാണ്ട് 2 റൗണ്ടോളം എത്തുമ്പോൾ തന്നെയും പൂർണ്ണമായും തന്നെയും എങ്ങോട്ടാണ് കൊച്ചി കോർപ്പറേഷൻ നീങ്ങുന്നത് എന്നതിന്റെ ഒരു വ്യക്തമായ സൂചനകളിലേക്ക് വരാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. തുടക്കത്തിൽ പശ്ചിമ കൊച്ചി മേഖലകൾ തന്നെയായിരിക്കും കൗണ്ടിംഗ്. സാധാരണ രീതിയിൽ അങ്ങനെയാണ്. മറ്റൊരു ക്രമീകരണങ്ങളിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പശ്ചിമ കൊച്ചി മേഖലകൾ തന്നെയായിരിക്കും ആദ്യ റൗണ്ടിലേക്കെല്ലാം തന്നെ വരുന്നത്. ഇത്തവണ ഇഞ്ചോടിഞ്ച് മത്സരം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് പോലെ തന്നെ അതിൽ നിന്ന് മറ്റൊരു മാറ്റവും തന്നെ കാണുന്നില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ശക്തമായ മത്സരമാണ് ഓരോ വാർഡുകളിലും തന്നെ കേന്ദ്രീകരിച്ചു, ഓരോ ഡിവിഷനിലും കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിരുന്നത്. അതുകൊണ്ട് ആർക്ക് ഒരു മേൽക്കൈ എന്ന് പറയാൻ ഒരുപക്ഷെ എന്താണ് പോരാട്ടത്തിന്റെ സൂചനകൾ എന്നത് 2 റൗണ്ടിലേക്ക് തീരുമ്പോൾ തന്നെയും വ്യക്തമായ രീതിയിലേക്ക് വരും. അത് ആദ്യ റൗണ്ടിൽ ഒരു ഫലസൂചനകൾ ഒരുപക്ഷെ കടുത്ത പോരാട്ടത്തിൻ്റെത് തന്നെയാകുമെന്ന് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഇതിൽ കഴിഞ്ഞ തവണ 3 വിമതരുടെ പിന്തുണയോടുകൂടിയാണ് LDF കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ ഇത്തവണ അതിൽ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് LDF വെച്ച് പുലർത്തുന്നത്. UDF ആകട്ടെ തികഞ്ഞ രീതിയിലേക്ക് പൂർണ്ണമായ ഒരു പരാജയമായിരുന്നു പോയ 5 വർഷങ്ങളെന്ന് പറയുകയും ഇനി തങ്ങൾക്ക് മേൽക്കൈ നേടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയും എല്ലാം തന്നെ ചെയ്യുകയാണ്. BJPയും വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നു. ഓർക്കുക, അപ്പോൾ 2020 കൂടി മത്സരത്തിന് ഇറങ്ങുന്നുണ്ട്. ഇത്തവണ 74-ന് 76-ലേക്കെല്ലാം സീറ്റുകൾ മാറിയിട്ടുണ്ട്. അതിൽ പകുതിയിലധികം സീറ്റുകളിലും 2020 മത്സരിക്കുന്നു. പക്ഷേ കാര്യമായ രീതിയിൽ കൊണ്ടുപിടിച്ചൊരു പ്രചാരണ പരിപാടികളിലേക്കൊന്നും തന്നെ 2020 ഇവിടെ പോയിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തവണ ബി4 കൊച്ചി എന്ന ഒരു കൂട്ടായ്മ രൂപീകരിച്ചപ്പോൾ പോലും അതിന് കുറച്ചുകൂടി ഒരു പ്രചാരമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതിന്റെ ഒരു താളത്തിലേക്ക്, ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ താളത്തിലേക്കൊന്നും 2020യുടെ ഒരു പ്രചാരണ പരിപാടികൾ ഉണ്ടായിരുന്നില്ല. എങ്കിൽ കൂടിയും അവർക്ക് കേന്ദ്രീകരിക്കാവുന്ന, അവർക്ക് ക്രോഡീകരിക്കാവുന്ന ഒരു വോട്ടിംഗ് പെർസെന്റേജ് എല്ലാം തന്നെയുണ്ട്. അപ്പോൾ അതിൽ അവർക്ക് ന്യായമായ രീതിയിൽ തന്നെ അവർക്ക് അതിൽ തന്നെ ഇടപെടാൻ കഴിയുമെന്ന് തന്നെയാണ് അവരുടെ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. ഏതായാലും അതിശക്തമായ ഒരു മത്സരത്തിന് തന്നെയായിരിക്കും കൊച്ചി കോർപ്പറേഷൻ കളമൊരുങ്ങുക. ജില്ലയിൽ UDFന്റെ തന്നെ ഒരു അപ്രമാദിത്വം എന്ന് പറയാവുന്ന ഒരിടങ്ങൾ തന്നെയാണ്. നഗരസഭകൾക്ക് ഏറിയ പങ്കും UDF ആണ് ഭരിക്കുന്നത്. 13 നഗരസഭകളിൽ 10 UDFനാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു UDFനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജില്ല എന്നെല്ലാമാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഇക്കുറി ഒരു അനുകൂലമായ ഒരു ട്രെൻഡ് ഇടതുമുന്നണിക്ക് ഉണ്ട് എന്നൊരു പൊതുവിശ്വാസത്തിലാണ് ഇടത് കേന്ദ്രങ്ങളുള്ളത്. അതിന് ആദ്യ സൂചനകൾ. ഡാനി, കൊച്ചി പൊതുവിൽ സംസ്ഥാനത്തൊരു ഇടതു തരംഗം വീശിയപ്പോഴും കൊച്ചി UDFനെ പിടിച്ചു നിർത്തിയ ഇടമാണ്. കോർപ്പറേഷനൊക്കെ നെക്കാനെക്കിൽ നഷ്ടപ്പെട്ടെങ്കിൽ കൂടിയും ജില്ലാ പഞ്ചായത്ത് ഒപ്പമുണ്ട്, ഒപ്പം തന്നെ നഗരസഭയിൽ ആധിപത്യമുണ്ട്. അതിൽ ഈ UDF കോട്ടയിലേക്ക്, അതായത് കൊച്ചി കോർപ്പറേഷൻ അപ്പുറമുള്ള ഇടങ്ങളിലേക്ക് ഇടതുമുന്നണി എത്ര കണ്ടാണ് അവരുടെ പ്രതീക്ഷ? അതിന് എത്ര കണ്ട് ഒരു പ്രായോഗികതയിൽ ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു അവരുടെ പ്രതീക്ഷകളാണുള്ളത്? കൂത്താട്ടുകുളം അടക്കമുള്ള നഗരസഭകളിൽ ഏറ്റവും ഒടുവിൽ ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടപ്പെട്ടതാണ്. പിന്നെ എങ്ങനെ ഇടതുമുന്നണിക്ക് അങ്ങനെ ഒരു കണക്കെടുക്കാനാകും എന്നൊരു സംശയം ഉണ്ടാവില്ലേ?